നമസ്കാരം. മുത്തങ്ങ പ്രശ്നം നടക്കുന്നത് ഞാൻ 3ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അന്ന് ന്യൂസ് ചാനലിലൊക്കെ പോലീസും ആദിവാസികളും തമ്മിൽ വെടിവെക്കുന്നതും അടിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഫോട്ടോസ് വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ആ പ്രശ്നം എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്നുള്ളത് എനിക്ക് അന്ന് പേഴ്സണലി അറിയില്ലായിരുന്നു. കാരണം ഞാൻ അന്ന് 3ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്, അത് 2003 മറ്റാണ് അത് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിധിയാണ് ഈ 23 വർഷത്തിന് ശേഷം വന്നിരിക്കുന്നത്. അതാണ് ഇന്ന് പ്രധാന വാർത്തകളിൽ ആദ്യമായിട്ട് പത്രത്തിൽ ഉള്ളത്. എല്ലാ പേപ്പറിലും ഇത് തന്നെയാണ് ഇന്ന് ഉള്ളത്. അപ്പോൾ എന്തായാലും വായിക്കാം. പോലീസുകാരൻ്റെ കൊല, മരിച്ച പ്രതി മാത്രം കുറ്റക്കാരൻ, വിധി പറഞ്ഞത് 23 വർഷത്തിന് ശേഷം. മുത്തങ്ങ ഭൂസമരത്തിനിടെ കണ്ണൂർ KAP ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ KV വിനോദിനെ കൊല്ലപ്പെട്ട കേസിൽ ഗോത്ര മഹാസഭ നേതാവ് M ഗീതാനന്ദൻ ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടു. വിചാരണയ്ക്കിടെ മരിച്ച 2ാം പ്രതി അശോകൻ മാത്രമാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തി. മരണപ്പെട്ടതിനാൽ ശിക്ഷ വിധിച്ചില്ല. കൊലക്കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ CBIക്കും തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷനും കഴിഞ്ഞില്ലെന്ന് വിലയിരുത്തിയാണ് എല്ലാവരെയും വെറുതെ വിട്ടത്. മൊത്തം 57 പ്രതികളുള്ളിൽ 5 പേരും മരിച്ചു. 2003 ഫെബ്രുവരി 19 കോളിളക്കം സൃഷ്ടിച്ച സംഭവം. 23 വർഷത്തിനു ശേഷമാണ് വിധി വരുന്നത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ടാണ് CBIക്ക് വിട്ടത്. പോലീസ് വെടിവെപ്പിൽ ജോഗി എന്ന ആദിവാസി യുവാവും കൊല്ലപ്പെട്ടിരുന്നു. വിധിയിൽ നിരാശയുണ്ടെന്നും സർക്കാർ അപ്പീൽ നൽകിയില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കണമെന്നും KV വിനോദിന്റെ സഹോദരൻ KV ബാബു പറഞ്ഞു. അതിന് അനുസരിച്ചിട്ട് വേറെ ന്യൂസ് ഉണ്ട്. പോലീസിനെ ആക്രമിക്കൽ, 4 പേർക്ക് 5 വർഷം കഠിന തടവ് ശിക്ഷ ഗീതാനന്ദന് ഉൾപ്പെടെ. അതേസമയം മുത്തങ്ങയിൽ പോലീസുകാരൻ അബ്ദുൾ സലാം, വനംവകുപ്പ് ജീവനക്കാരൻ ശശീന്ദ്രൻ എന്നിവരെ ആക്രമിച്ച കേസിൽ 4 പേർക്ക് 5 വർഷം കഠിന തടവ് വിധിച്ചു. 1ാം പ്രതി M ഗീതാനന്ദൻ, 3ാം പ്രതി രമേശൻ കൊയിലപ്പുര, 5ാം പ്രതി അനിൽ അപ്പപ്പാറ, 11ാം പ്രതി ബിനു നെയ്യാറ്റിങ്കര എന്നിവർക്കാണ് സെഷൻസ് ജഡ്ജി അബ്ദുൾ അയ്യൂബ് ഖാൻ പത്തനാപുരം ശിക്ഷ വിധിച്ചത്. തട്ടിക്കൊണ്ടുപോകൽ വധശ്രമം കുറ്റത്തിനാണ് തെളിഞ്ഞത്. 16 കുറ്റങ്ങളിലായി 19 വർഷവും 17 മാസം തടവും പിഴയുമാണ് വിധിച്ചെങ്കിൽ ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയെന്ന് 5 വർഷമായി കുറയ്ക്കുകയായിരുന്നു. പ്രതികളുടെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് പിഴ ഒഴിവാക്കി. എന്നാൽ വിനോദിന്റെ കുടുംബത്തിന് 7 ലക്ഷം, അബ്ദുൾ സലാമിന് 3 ലക്ഷം, ശശീന്ദ്രന് 2 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റിയോട് ശുപാർശ ചെയ്തു. ഈ ആദിവാസി യുവാക്കളോട് SC/ST നമ്മൾ പൊതുവെ അത്ര മോശമായിട്ടാണ് പണ്ട് മുതൽ നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അന്ന് ഈ കയ്യേറ്റ ഭൂമിയിൽ അവർ താമസിച്ചതൊക്കെ പറഞ്ഞിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായതാണ് എനിക്ക് ഓർമ്മ. നമുക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും ഇപ്പോൾ ഉള്ളവർക്ക് ടൊവിനോ തോമസ് അഭിനയിച്ച നരിവേട്ട സിനിമയായിരിക്കും മനസ്സിലൂടെ പോയിട്ടുണ്ടാവുക. ഇത് ഈ പ്രശ്നത്തെ ആസ്പദമാക്കിയിട്ടാണ് ആ സിനിമ മൊത്തത്തിൽ എടുത്തിരിക്കുന്നത്. പിന്നെ ജയിലിൽ വെച്ചിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത സുഗതനെ പറ്റി എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റിയിട്ടൊരു ന്യൂസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. BJPക്ക് ആശ്വാസം. കോർപ്പറേഷൻ കൗൺസിലർ യോഗം 6 മാസത്തേക്ക് അവധി അനുവദിച്ചതോടെ കാപ്പ കേസിൽ കൂടുതൽ തടങ്കലിൽ കഴിയുന്ന BJP വാഴോട്ടുകോണം കൗൺസിലർ സുഗന്ധന്റെ അയോഗ്യത ഭീഷണി നീക്കി. 6 മാസത്തേക്ക് കൗൺസിൽ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാം. ഭരണ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ആശങ്കയും നീങ്ങി. 2ാമത്തെ സ്വതന്ത്ര അംഗമായ പൗണ്ട് കടവ് വാർഡ് കൗൺസിലർ സുധീഷ് ഒപ്പം നിന്നതോടെ 51 അംഗങ്ങളുടെ പിന്തുണയോടെ സുഗന്ധന്റെ അവധി അപേക്ഷ പാസ്സാക്കാൻ സമിതിക്ക് കഴിഞ്ഞു. മറ്റ് സ്വതന്ത്ര അംഗമായ K രാധാകൃഷ്ണൻ നേരത്തെ BJPയിലേക്ക് ഒപ്പമാണ്. CPM കൗൺസിലറും പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയുമായ ശ്രീകുമാർ കൗൺസിൽ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് ഇടതുപക്ഷത്തെ ഞെട്ടിച്ചു. ശ്രീകുമാർ വിട്ടുനിന്നതിനാൽ സ്വതന്ത്ര അംഗം സുധീഷ് പിന്തുണച്ചെങ്കിലും സുഗന്ധന്റെ അവധി അപേക്ഷ പാസ്സാക്കുകയായിരുന്നു. മുൻ മേയറാണ് ശ്രീകുമാർ. പിന്നെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്ന എല്ലാ കാര്യവും അറിയാം. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിന് വീണ്ടും ഇന്ത്യക്ക് പൊന്നണിഞ്ഞെന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ട്. കോമൺവെൽത്ത് ഗെയിംസ് ജൂഡോ പൊന്നണിഞ്ഞ് അസ്മിതയ്ക്കും അർഷിങ്ങിനും. കോമൺവെൽത്ത് ഗെയിംസിൽ ജൂഡോയിൽ പൊൻതിളക്കവുമായി ഇന്ത്യ. ഇന്നലെ വനിതകളുടെ 48 കിലോഗ്രാം വിഭാഗത്തിൽ അസ്മിതയുടെയും പുരുഷന്മാരുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ ഹർഷ സിംഗിനും സ്വർണം നേടി. വനിതകളുടെ 57 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ യാമിനി മൗര്യയും ഫൈനലിലെത്തിയിട്ടുണ്ട്. ഫൈനലിൽ കാനഡയുടെ ഹെയ്തി കോച്ചിനെ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ 2-1 കീഴടങ്ങിയാണ് അസ്മിതയുടെ സ്വർണ്ണ നേട്ടം. കോമൺവെൽത്ത് ഗെയിംസിന്റെ ജൂഡോയിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ആദ്യ സ്വർണ്ണ നേട്ടമാണ് അസ്മിത സ്വന്തമാക്കിയത്. ഫൈനലിൽ ഓസ്ട്രേലിയയിലൂടെ ജോഷോ കാറ്റ്സിനെ വീഴ്ത്തിയാണ് ഹർഷയുടെ പൊന്നേട്ടം. 10-0 ഫൈനലിൽ ഹർഷന്റെ വിജയം. ബോക്സിംഗിൽ ഇന്നലെ ഇന്ത്യക്ക് 10 സെമി ഫൈനലുകളാണ് ഉണ്ടായത്. ഇതിൽ മത്സരം പൂർത്തിയായ ആദ്യ 5 പോരാട്ടത്തിലും വിജയിച്ച ഇന്ത്യൻ താരങ്ങൾ ഫൈനലിൽ കടന്നു. ഇന്നാണ് ഫൈനൽ. അതേസമയം വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ
കാറ്റഗറിയിൽ ഇന്ത്യയുടെ സീമ കരിങ്ങളും വെങ്കലവും നേടി. ആദ്യമായിട്ടായിരിക്കും ഇന്ത്യക്ക് ഇത്രയും സ്വർണ്ണമൊക്കെ കിട്ടുന്നത്. അതെന്തായാലും നന്നായി. എന്തായാലും നമ്മൾ മുന്നേറുണ്ട് എന്നുള്ള ഒരു തോന്നലെങ്കിലും നമുക്ക് ഉണ്ടല്ലോ ഇപ്പോൾ. പിന്നെ അടുത്ത ഒരു ന്യൂസ് ആണ്, എസ് ശ്രീജിത്തിന് DGP പദവി. ജയിൽ മേധാവി എസ് ശ്രീജിത്തിന് DGP പദവിയെ സ്ഥാനക്കയറ്റം നൽകി. ADGP സ്ഥാനത്തേക്ക് അനുവാദമില്ലാതെ വിദേശയാത്ര നടത്തിയെന്ന ആരോപണം നിലനിൽക്കെയാണ് ആഭ്യന്തര വകുപ്പിന്റെ നടപടി. ADGP MR അജിത് കുമാർ സസ്പെൻഷനിലാണ്. ശ്രീജിത്തിന് ഗുണമായത്. ശ്രീജിത്തിന്റെ സ്ഥാനക്കയറ്റ വിവരം ഹൈക്കോടതിയെ അറിയിക്കും. ശ്രീജിത്ത് ജയിൽ മേധാവിയായി തന്നെ തുടരും. മുതിർന്ന IPS ഉദ്യോഗസ്ഥനായ യോഗേഷ് ഗുപ്തയെ ബെയ്ക്കോ CMD ആയി നിയമിച്ചു. ADGP ബൽറാം കുമാർ ഉപാധ്യായനായ ഫയർഫോഴ്സ് മേധാവിയെ നിയമിച്ചു. വിവരമറിയിച്ച നിതിൻ അഗർവാളിന് പകരക്കാരനാണ് ബൽറാം കുമാർ ഉപാധ്യ ഫയർഫോഴ്സ് മേധാവിയാകുന്നത്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള സുരേഷ് രാജ് പുരോഹിത് തിരികെ വരാത്തതും സീനിയോറിറ്റി പട്ടികയിൽ അടുത്ത സ്ഥാനത്തുള്ള എസ് ശ്രീജിത്തിന് തുണയായി. അജിത് കുമാറിനെ മാറ്റി ഒഴിവിലേക്കാണ് മുമ്പ് ബെയ്ക്കോയെ ലാഭത്തിലാക്കാൻ സഹായിച്ച ട്രാക്ക് റെക്കോർഡുള്ള യോഗേഷ് ഗുപ്തയെ വീണ്ടും ബെയ്ക്കോ തലപ്പത്തേക്ക് സർക്കാർ കൊണ്ടുവന്നത്. ഇതാണ് അത്യാവശ്യം കേരള കൗമുദിയിലുള്ള ന്യൂസാണ് ഞാനിപ്പോൾ വായിച്ചത്. അപ്പോൾ ഇതേ ന്യൂസ് തന്നെയാണ് ശരിക്കും ദീപികയിലും മംഗളത്തിലായാലും ജന്മഭൂമിയിലായാലും മനോരമയിലായാലും ഒക്കെ ഫസ്റ്റ് ഉള്ളത്. പക്ഷേ മംഗളത്തിലൊരു ചെറിയ വ്യത്യാസമാണ്. മംഗളത്തിൽ മെയിൻ ന്യൂസായിട്ട് PM ശ്രീനെ പറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. PM ശ്രീയിൽ UDF വെട്ടിൽ. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന പ്രഖ്യാപനത്തിൽ നിന്നും മലക്കം മറിഞ്ഞ് UDF മുസ്ലിം ലീഗ് എതിർപ്പ് പ്രകടിപ്പിച്ചതോടെയാണ് ഇത്. പദ്ധതി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ നൽകിയ വിശദീകരണം UDF സർക്കാരിനെ വെട്ടിലാക്കി. മുൻ സർക്കാർ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിനാൽ പിന്മാറാനാകില്ലെന്നും കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നതിനായി പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നുമാണ് 30-ന് ചേർന്ന മുന്നണി യോഗത്തിനു ശേഷം UDF കൺവീനർ അടൂർ പ്രകാശ് അറിയിച്ചത്. എന്നാൽ യോഗത്തിൽ PM ശ്രീയും വിഷയം ചർച്ച ചെയ്തില്ലെന്നും പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാനാണ് UDF ആലോചിക്കുന്നതെന്നും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ മുന്നണി നിശ്ചയിച്ച മന്ത്രിസഭ ഉപസമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് പദ്ധതി നടപ്പാക്കുമെന്ന് എങ്ങനെ പ്രഖ്യാപിക്കാനാകുമെന്ന ചോദ്യവും ലീഗ് മുന്നോട്ട് വെച്ചു. ഇതിനു പിന്നാലെയാണ് അടൂർ പ്രകാശൻ നിലപാട് മാറ്റിയത്. വിഷയം UDFന്റെ ഔദ്യോഗികമായി ചർച്ച ചെയ്തിട്ടില്ലെന്നും ഉപസമിതിയുടെ റിപ്പോർട്ടിന് ശേഷമേ തീരുമാനം എടുക്കുന്നുവെന്നും അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. മന്ത്രിസഭാ ഉപസമിതിയുടെ അന്തിമ യോഗം 5-ന് 3:30-ന് ചേരും. ഈ മാസം 2-ാം വാരം ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉപസമിതി റിപ്പോർട്ട് ചർച്ച ചെയ്യും. ഈ മാസം 2-ാം വാരത്തോടെ തീരുമാനം അറിയിച്ച് കേന്ദ്രത്തിന് ഔദ്യോഗികമായി കത്ത് നൽകും. PM ശ്രീ വിഷയത്തിൽ എന്തായാലും ഇപ്പോൾ UDFന്റെ ഉള്ളിൽ തന്നെ അത്യാവശ്യം പോര് തുടങ്ങിയിട്ടുണ്ട്. ദീപിക പത്രത്തിലും അത് തന്നെയാണ്, UDF വിള്ളൽ എന്ന് പറഞ്ഞിട്ട് PM ശ്രീ പദ്ധതിയാണ്. അടൂർ പ്രകാശിനെ തള്ളി കുഞ്ഞാലിക്കുട്ടി എന്നാണ് അതിലും കൊടുത്തിരിക്കുന്നത്. അടുത്തൊരു ന്യൂസാണ്, അംഗനവാടി ജീവനക്കാർക്ക് കേന്ദ്ര സംസ്ഥാന ഓണറ്റേറിയം ക്ഷേമ ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചതായി കേന്ദ്രം. 2018 ഒക്ടോബർ 1 മുതൽ കേന്ദ്ര സർക്കാർ അംഗനവാടി പ്രവർത്തകരുടെ ഓണറ്റേറിയം പ്രതിമാസം 3000 നിന്ന് 4500 രൂപയും അംഗനവാടി സഹായികളുടെ ഓണറ്റേറിയം 1500 രൂപയിൽ നിന്ന് 2250 രൂപയും വർദ്ധിപ്പിച്ചു. ഇതിനു പുറമെ സംസ്ഥാനങ്ങൾ നൽകുന്ന അധിക ഓണറ്റേറിയവും ഉണ്ടാകും. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് സഹമന്ത്രി സാവിത്രി ഠാക്കൂർ ലോക്സഭയിൽ അറിയിച്ചു. അംഗനവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഉള്ള ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഇത് കൂടാതെ കേരളത്തിൽ അംഗനവാടി പ്രവർത്തകർക്ക് സംസ്ഥാന സർക്കാർ 8300 രൂപയും സഹായികൾക്ക് 6800 രൂപയുമാണ് അധികമായി നൽകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. കൂടാതെ കേന്ദ്ര സർക്കാർ അംഗനവാടി പ്രവർത്തകർക്ക് പ്രതിമാസം 500 രൂപയും സഹായികൾക്ക് പ്രതിമാസം 250 രൂപയും പ്രകടന നിശ്ചിത പ്രോത്സാഹനമായും നൽകി വരുന്നു. അംഗനവാടി പ്രവർത്തകർക്ക് സ്മാർട്ട് ഫോണുകൾ നൽകി സാങ്കേതികമായി ശാക്തീകരിച്ചിട്ടുണ്ട്. അംഗനവാടി പ്രവർത്തകർക്കും സഹായികൾക്കും സ്ഥാനക്കയറ്റത്തിനുള്ള അവസരങ്ങൾ വർദ്ധിപ്പിച്ചു. 5 വർഷത്തെ സേവന പരിചയമുള്ള സഹായികൾക്ക് അംഗനവാടി പ്രവർത്തകരുടെ 50% ഒഴിവുകൾ സംവരണം ചെയ്തു. 5 വർഷത്തെ സേവന പരിചയവും നിശ്ചിത യോഗ്യതയുമുള്ള അംഗനവാടി പ്രവർത്തകർക്കായി 50% സൂപ്പർവൈസർ തസ്തികയിൽ സംവരണം ചെയ്തിട്ടുണ്ട്. പ്രതിവർഷം 20 ദിവസത്തെ വാർഷിക അവധിക്ക് അർഹതയുണ്ട്. 150 ദിവസത്തെ പ്രസവവിധിയും ഗർഭചിത്രം സംഭവിക്കൽ 45 ദിവസത്തെ ശമ്പളത്തോടു കൂടിയ അവധിയും അനുവദിച്ചിട്ടുണ്ട്. പെൻഷൻ യോഗ്യതയുള്ള അംഗനവാടി പ്രവർത്തകർക്കും സഹായികൾക്കും പ്രധാനമന്ത്രി യോഗി മൻധൻ പെൻഷൻ പദ്ധതിയിൽ അംഗങ്ങളാകാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പൊ അംഗനവാടിയിലെ ടീച്ചർമാർക്കൊക്കെ ഇത്ര ശമ്പളം ഉള്ളൂ അല്ലേ? ഈ 6000 രൂപയ്ക്കൊക്കെ എങ്ങനെ പോവാനാണ് ശരിക്കും പറഞ്ഞാൽ? ഈ പിള്ളേരെ നോക്കുക പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമല്ല. വലിയ ആൾക്കാരെക്കാട്ടിലും പ്രശ്നമാണ്. കാരണം അവർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് ഓടും. ചെറിയ കുട്ടികൾ അങ്ങനെയാണ്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ നോക്കുന്ന ആൾക്കാർക്കാണ് ശമ്പളം കൂടേണ്ടത്. മനോരമയിൽ ഫസ്റ്റ് പേജിൽ PM ശ്രീനെ പറ്റിയിട്ടാണ് വിയർത്ത് സർക്കാർ. ഇന്നലെ നമ്മൾ കുറെ കാലമായിട്ട് അരിവിലയെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇടയിൽ നൈസായിട്ട് ഇറച്ചിക്ക് വില കൂടി, അതായത് പോത്തിറച്ചിക്ക് നല്ല രീതിയിൽ തന്നെ വില കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഒരു ബിസിനസ് ന്യൂസ്. പോത്തിറച്ചിക്ക് റെക്കോർഡ് കുതിപ്പ്. കൂടുതലും ഉത്തർപ്രദേശ്, ഹരിയാന സംസ്ഥാനങ്ങളിൽ നിന്ന് കാർഷികോൽപാദനങ്ങളുടെ കയറ്റുമതിയിൽ പോത്ത്, എരുമ ഇറച്ചിക്ക് റെക്കോർഡ് കുതിപ്പ്. അഗ്രികൾച്ചറൽ ആൻഡ് പോസ്റ്റ്രേറ്റ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കണക്കനുസരിച്ച് ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെ ഏകദേശം $1493 മില്യൺ ബഫല്ലോ മീറ്റാണ് വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ $896 മില്യൺ കയറ്റുമതി. ഇതിൽ കൂടുതൽ ഉത്തർപ്രദേശ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കഴിഞ്ഞ ഏപ്രിൽ മുതൽ ജൂൺ വരെ APDAയുടെ പരിധിയിലുള്ള കാർഷികോൽപാദനങ്ങളിൽ ബഫല്ലോ മീറ്റ്, ബസുമതി അരി എന്നിവയുടെ കയറ്റുമതി മൂല്യം ഏകദേശം $7644 ബില്യൺ ആയിരുന്നു. ഇത് മുൻ വർഷത്തേക്കാൾ കൂടുതലാണ്. വിയറ്റ്നാം, മലേഷ്യ, ഈജിപ്ത്, ഇന്തോനേഷ്യ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് പ്രധാനമായും ബഫല്ലോ മീറ്റ് കയറ്റുമതി. ബീഫ് എന്നതിന്റെ പരിധിയിൽ വരുന്ന പശു, കാള, ക്ടാവ് എന്നിവയുടെ മാംസം കയറ്റുമതി ചെയ്യുന്നത് രാജ്യത്തിന് നിരോധിച്ചിട്ടുണ്ട്. അതേസമയം ബഫല്ലോ മീറ്റ്, പോൾട്രി, ആട് എന്നിവയുടെ മാംസവും സംസ്കരിച്ച മാംസവും വലിയ തോതിൽ കയറ്റുമതിയുമുണ്ട്. ബീഫിന് എന്തായാലും ഇപ്പൊ 300-320 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും കയറ്റുമതി നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അടുത്തൊരു ബിസിനസ് ന്യൂസ് ആണ്. അക്ഷയ തങ്കമാളികൈ കല്യാണത്തിന് പുതിയ ആഭരണ ബ്രാൻഡ്. തമിഴ്നാട് കേന്ദ്രമാക്കി ATM ഈ മാസം പ്രവർത്തനം തുടങ്ങും. കല്യാൺ ജുവലേഴ്സ് തമിഴ്നാട് കേന്ദ്രമാക്കി ആദ്യ പ്രാദേശിക ആഭരണ ബ്രാൻഡായ അക്ഷയ തങ്കമാളികൈ അവതരിപ്പിച്ചു. അതായത് ATM, കാൻഡിയർ എന്നിവയ്ക്ക് പുറമെ പ്രാദേശിക ജനകീയ ആഭരണ ബ്രാൻഡാണ് അക്ഷയ തങ്കമാളികൈ വഴി ലക്ഷ്യമിടുന്നത്. ATMന്റെ ആദ്യ ഷോറൂം 21-ന് ചെന്നൈയിലെ T നഗറിലെ പനകൾ പാർക്കിൽ പ്രവർത്തനം ആരംഭിക്കും. നടൻ ശിവകാർത്തികേയനാണ് ബ്രാൻഡ് അംബാസിഡർ. പ്രാദേശിക ആഭരണ ബ്രാൻഡുകളുടെ താല്പര്യമുള്ള ഉപഭോക്താക്കളോട് കൂടി ലക്ഷ്യമിട്ടാണ് കല്യാൺ പുതിയ ബ്രാൻഡ് അവതരിപ്പിക്കുന്നത്. കല്യാണിന്റെ പാൻ ഇന്ത്യൻ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി പൂർണ്ണമായി തമിഴ്നാട്ടിലെ ഉപഭോക്താക്കൾക്കായി രൂപകൽപ്പന ചെയ്താണ് അക്ഷയ തങ്കനഗൈ മാളികൈ. ശരിക്കും പറഞ്ഞാൽ തങ്കനഗൈ മാളികൈ എന്ന് പറയാം, പക്ഷെ ഇതിൽ തങ്ക മാളികൈ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കല്യാണിന്റെ സ്വന്തം സ്റ്റോർ ശൃംഖല ലക്കങ്ങളോട് മത്സരിക്കുന്നതിന് പകരം പ്രദേശത്തെ മറ്റു പ്രമുഖ ആഭരണ ശൃംഖലകളോടും ATM നേരിട്ട് മത്സരിക്കുക. തദ്ദേശീയമായ അഭിരുചിക്ക് അനുസരിച്ച് രൂപപ്പെടുത്തിയ പ്രാദേശിക വിപണികൾ ദീർഘകാല വളർച്ചാ സാധ്യത നൽകുമെന്ന് കല്യാൺ മാനേജിംഗ് ഡയറക്ടർ TS കല്യാണരാമൻ പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഭരണ വിപണികൾ എന്നാണ് തമിഴ്നാട് എന്നാണ് ആദ്യ പ്രാദേശിക ബ്രാൻഡായി സംസ്ഥാനം തിരഞ്ഞെടുക്കാൻ കാരണം. തമിഴ്നാട്ടിൽ പദ്ധതി വിജയകരമാക്കിയ ശേഷം മറ്റു വിപണികളിലേക്കും സമാനമായ പ്രാദേശിക ബ്രാൻഡുകൾ കൊണ്ടുവരാൻ ആലോചനയുണ്ട്. അപ്പൊ എന്തായാലും ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വർണം വാങ്ങുമ്പോൾ എപ്പോഴും കർക്കിടക മാസത്തിൽ വാങ്ങുന്നത് നല്ലതാണ്. കാരണം കർക്കിടക മാസത്തിൽ പൊതുവേ സ്വർണം അങ്ങനെ വിറ്റുപോല ആരും അങ്ങനെ വാങ്ങാറുമില്ല. അപ്പൊ ആ സമയത്ത് കുറച്ച് വില കമ്മിയിൽ കിട്ടും. പിന്നെ അടുത്ത സ്പോർട്സ് പേജിലാണ്. നേരത്തെ ആദ്യം വായിച്ചതിന്റെ ഇരട്ടി മധുരം. കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യക്ക് 2 സ്വർണം ഉൾപ്പെടെ 4 മെഡലുകൾ. ജൂഡോയിൽ ഹസ്മിത ഡേക്കും ഹർഷ് സിംഗിനും ചരിത്ര സ്വർണം. യാമിനി മൗര്യയ്ക്ക് വെള്ളി. പുരുഷ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ റെക്കോർഡ് പ്രകടനത്തോടെ ലവ് പ്രീതിക് സിംഗിനും വെള്ളി. വനിതാ ഡിസ്കസ് ത്രോയിൽ സീമ കല്യാണരാമണിക്കും വെങ്കലം. അപ്പൊ അവരുടെയൊക്കെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് ജൂഡോ താരങ്ങളുടെ. ജൂഡോ എങ്കിൽ ജൂഡോ എന്തായാലും ഫൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ എന്തായാലും എടുത്തല്ലോ, അതെന്നെ ഏറ്റവും വലിയ കാര്യം. പിന്നെ എല്ലാം അത്യാവശ്യം ഇന്നെല്ലാം ഓണമൊക്കെ ആവാറായി, അതുകൊണ്ട് ഓണത്തിന്റെ പരസ്യങ്ങളാണ് എല്ലാത്തിലും ഉള്ളത്. എല്ലാത്തിനും വില കുറവിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ബിസ്മിയിലുള്ളതും അങ്ങനെയുള്ള ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഫ്രണ്ട് പേജിലൊക്കെ കല്യാൺ, ബിസ്മി ഒക്കത്തിൻ്റെ ഓണത്തിൻ്റെ ഇതാണ്. കാറിൻ്റെ ഇതൊക്കെയാണ് മെയിനായിട്ട് എല്ലാത്തിലും ഉള്ളത്. എല്ലാം ഇങ്ങനെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് എല്ലാം ഓണായി, എല്ലാവരും ഓണപ്പരിപാടിയിലായിരിക്കും. പക്ഷെ മഴയാണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത്. അത്തം കറുത്ത ഓണം വെളുക്കുന്ന പറയുന്നത്. അത്തം കറുക്കുമെന്ന് അറിയില്ല, പക്ഷെ ഇങ്ങനെ പോയാൽ എന്തായാലും കറുക്കുക തന്നെ ചെയ്യുള്ളൂ. എന്തായാലും നല്ല മഴയാണ്. ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ 10 മണിക്കൂറൊക്കെയാണ് അടുപ്പിച്ച് മഴ പെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ സുരക്ഷിതമായിട്ടിരിക്കുക. അപ്പോൾ പത്രവാർത്തയിൽ നാളെ ഞാൻ തന്നെ വീണ്ടും ഉണ്ടാവും. അതുവരെ ബൈ ബൈ.